നമസ്കാരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിൽ നിലപാട് വ്യക്തമാക്കി മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം. അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കില്ലെന്ന് KM എബ്രഹാം വ്യക്തമാക്കി. പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും KM എബ്രഹാം വ്യക്തമാക്കി. കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിലാണ് കോടതി വിധിയിൽ KM എബ്രഹാം നിലപാട് വ്യക്തമാക്കിയത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും അപ്പീലിന് പോകുമെന്നും സൂചന നൽകിക്കൊണ്ടും KM എബ്രഹാം പറഞ്ഞു. കോടതി വിധി ദൗർഭാഗ്യകരമാണ്. സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോ എന്ന് സംശയമുണ്ട്. വസ്തുതകളും രേഖകളും പരിശോധിച്ചില്ല. അനുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഭാര്യയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിച്ചില്ല. കൊല്ലത്തെ കെട്ടിട നിർമ്മാണം താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണ്. ഓരോ രൂപയ്ക്ക് കണക്കുണ്ടെന്നും KM എബ്രഹാം പറയുന്നു. പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരക്കലിനെതിരെ എബ്രഹാം കടുത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഹർജിക്കാരൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചു എന്ന സംശയമുണ്ടെന്നും വിധിക്കെതിരെ വിമർശനം ഉന്നയിച്ച് KM എബ്രഹാം പറയുന്നു. ജേക്കബ് തോമസ് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് പുറത്തു കൊണ്ടുവരികയും അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ജേക്കബ് തോമസും ജോമോൻ പുത്തൻപുരക്കലിനൊപ്പം ചേർന്ന് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്നും KM എബ്രഹാം പറയുന്നു. കോടതി വിധി അനുസരിച്ച് രാജിവെച്ചാൽ അത് ഹർജിക്കാരനും ആരോപണം ഉന്നയിച്ചവരും പറയുന്നത് ശരിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നയാളുടെ അഴിമതിയും താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ കണ്ടെത്തി. അത്തരത്തിലുള്ള ആളുകളുടെ കോക്കസാണ് തനിക്കെതിരായ ഹർജിക്ക് പിന്നിൽ. താൻ രാജിവെച്ചാൽ ഇവരുടെ വിജയമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും KM എബ്രഹാം പറയുന്നു. സർവീസിൽ നിന്നും വിരമിച്ചിട്ടും സൂപ്പർ പവറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ് KM എബ്രഹാം. ഒരു കാലത്ത് സഹാറ എന്ന വ്യവസായ ഭീമനെ വീഴ്ത്തിയതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് KM എബ്രഹാം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് KM എബ്രഹാം. ഇന്ന് 2018 ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങൾ ശമ്പളവും ഒപ്പം പെൻഷനും വാങ്ങുന്ന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയാണ് KM എബ്രഹാം. ഓരോ വർഷവും ശമ്പള വർധനവും അതും 10% വീതം വർധന ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം ചിലരിൽ ഒരാൾ ആണ് KM എബ്രഹാം. 2016 ഓഗസ്റ്റ് 25 KM എബ്രഹാം കിഫ്ബി സിഇഒ ആകുന്നത്. അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ സിഇഒ ആയി കൂടി നിയമനം നൽകി. ഇന്ന് KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യം ശക്തമാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതിയുടെ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ശരിയായി നടന്നില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നുമാണ് കണ്ടെത്തിയത്. ഇങ്ങനെ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നയാളെ എങ്ങനെ കിഫ്ബി പോലെ റേറ്റിംഗ് ഏജൻസികളുടെ കരുണയിൽ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്തും എന്നതാണ് ചോദ്യം. കോടതി പ്രഥമ ദൃഷ്ട്യാ വരുമാനത്തിനപ്പുറം സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തുകയും അന്വേഷണം തടസ്സപ്പെടുത്തുകയും കോടതിയിൽ കള്ളം പറയുകയും ചെയ്ത ഒരാൾക്ക് സ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. നേരത്തെ സെബി ചെയർമാൻ മാധവി ഭൂഷണിനെ പറ്റി ആരോപണം ഉണ്ടായപ്പോൾ CPM രാജി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് അത്തരം ശബ്ദങ്ങളൊന്നും ഉയർന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വിജിലൻസ് അന്വേഷണത്തിന് വീഴ്ച പറ്റിയെന്ന ആരോപണമടക്കം CBI അന്വേഷിക്കുമ്പോൾ അത് KM എബ്രഹാമിന് തിരിച്ചടിയാകുന്ന കാര്യമാണ്.